ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് ഒരു വ്ലോഗ് വീഡിയോ ഇടുന്നത്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റഡി വ്ലോഗ് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. ചെറിയ വീഡിയോകളാണ് എപ്പോഴും ഇടാറ്. പിന്നെ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ എല്ലാ തിരക്കുകളും പരിപാടികളും ഒഴിച്ച് വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ സമയം കണ്ടെത്താം, നമുക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമാണ്. എല്ലാം മൂക്കടഞ്ഞതുകൊണ്ടുമല്ലേ എല്ലാം സംസാരത്തിൽ അതിൻ്റെ വ്യത്യാസം നന്നായിട്ടുണ്ടാവും കേട്ടോ. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചധികം ദിവസമായെങ്കിൽ എനിക്ക് ഇതുവരെ വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. കാരണം ഈ ജലദോഷവും മൂക്കടപ്പും പിന്നെ കുഞ്ഞിൻ്റെ കാര്യം അപ്പച്ചൻ്റെ കാര്യം അങ്ങനെ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി സമയം കണ്ടെത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എത്ര നേരത്തെ എണീക്കാൻ പറ്റുമോ അത്ര നേരത്തെ എണീറ്റ് നമ്മുടെ പണികളൊക്കെ നമ്മൾ തീർക്കാൻ ശ്രമിക്കുക. പിന്നെ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചാൽ കറക്റ്റ് ഇതേ സമയത്ത് തന്നെ നമുക്ക് പഠിക്കണമെന്നില്ല. പക്ഷെ നമ്മളൊന്ന് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു ടൈം ടേബിൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം. നമ്മൾ എത്ര മണിക്ക് എണീക്കും, ഇത്ര മണിക്ക് ഉറങ്ങും എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കുറിച്ച് വെക്കുക. പക്ഷേ നമ്മൾ കുറിച്ച് വെച്ച പോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. എങ്കിലും നമുക്കൊരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാകും. ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് ഉറങ്ങണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ സമയം, എൻ്റെ സമയം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ഉറങ്ങണതാണ് എൻ്റെ സമയം. കാരണം ആൾ ബുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്നെ തീരെ ബുക്ക് എടുക്കാൻ സമ്മതിക്കില്ല. ആൾക്കത് കീറണം, വരയ്ക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുറങ്ങുന്ന സമയമാണ് എനിക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. ചിലപ്പോൾ രാവിലെ നേരത്തെ എണീറ്റാലും ആൾ ഉറങ്ങുന്ന സമയമാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിക്കും. രാത്രി അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് വേണ്ടി ആരും സമയം കൊണ്ടൊന്നും തരില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ആദ്യം തന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യം മനസ്സിരുത്തി നന്നായി ഒന്ന് വായിക്കുക. 2-3 പ്രാവശ്യം വായിച്ചില്ലെങ്കിലും 1-2 പ്രാവശ്യമെങ്കിലും നന്നായി വായിക്കുക. വായിച്ചതിന് ശേഷം പിന്നെയും നമ്മളൊന്നും കൂടി റിപ്പീറ്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ വേണ്ട പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുക. ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഉപകാരമായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ആദ്യമേ വായിക്കേണ്ടി വരില്ല. നമ്മൾ ആ എഴുതി വെച്ച പോയിൻറ്റ്സ് മാത്രം വായിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ഓർമ്മശക്തി ഉണ്ടാവും കേട്ടോ. പിന്നെ ഓരോരുത്തർ ഓരോ സമയമാണ്. ഇപ്പോൾ ചിലവർ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും, ചിലവർ നൈറ്റ് പേഴ്സൺ ആയിരിക്കും. ഓരോരുത്തരുടെ സമയവും കാര്യങ്ങളും രീതികളും എല്ലാം വേറെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് വേണ്ടി ഒരു സമയം നമുക്ക് വേണം. നമുക്കൊരാഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കുറച്ച് ഉറക്കമൊക്കെ കുറയും. എങ്ങനെ വന്നാലും ഒരു ദിവസം 8 മണിക്കൂർ മാക്സിമം നമ്മൾ ഉറങ്ങാൻ ശ്രമിച്ചിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. അത് നമ്മുടെ പഠിത്തത്തിനെയും ബാധിക്കും. പകൽ മുഴുവൻ നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചാൽ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും നമ്മുടെ ബ്രെയിൻ അതൊക്കെ ഒന്ന് പിടിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചില്ല അല്ലെങ്കിൽ നന്നായി ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ പഠിത്തത്തിനെ ഭയങ്കര ബാധിക്കും. എത്ര നമ്മൾ പഠിച്ചാലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, നമ്മൾ മറന്നു പോകുന്നൊക്കെ ഉള്ളത് ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ നല്ല രീതിയിൽ നല്ല നല്ല ഫുഡുകൾ കഴിക്കുക. നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് മാക്സിമം കുറക്കുക. ഫാസ്റ്റ് ഫുഡ് കുറക്കുക. വെള്ളം നന്നായി കുടിക്കുക. ഫ്രൂട്ട്സ് കഴിക്കുക. ലഘു ഭക്ഷണങ്ങൾ കഴിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതിനോട് ഒരു ധാരണ. ഇന്ന ദിവസം ഇന്ന സബ്ജക്റ്റ്, ഇപ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ച് നമുക്ക് കുറച്ച് ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സബ്ജക്റ്റ് മാറ്റി പഠിക്കുക. വായിച്ച് പഠിക്കേണ്ടത് വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കേണ്ടത് എഴുതി തന്നെ പഠിക്കണം. എല്ലാത്തിൻ്റെയും പോയിൻറ്റ്സ് എപ്പോഴും നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ടാകണം. കാരണം വേറൊന്നുമല്ല, എപ്പോൾ വേണമെങ്കിലും നമ്മൾ എത്ര വായിച്ചാലും ചില സമയത്തൊക്കെ നമുക്കൊരു കണക്ഷൻ പോയി എന്ന് തോന്നുന്ന സമയത്ത് നമ്മളതെടുത്ത് വായിച്ച് കഴിഞ്ഞാൽ നമുക്കതെല്ലാം ഓർമ്മ വരും കേട്ടോ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലയിൽ തന്നെ നിൽക്കും. നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കണം എന്നുള്ളൊരു ശ്രദ്ധയിൽ മാത്രം പഠിക്കുക. പിന്നെ പറഞ്ഞാൽ നോട്ട്സ് എഴുതി വെക്കണ കാര്യം. നമ്മൾ നോട്ട്സ് എഴുതി വെക്കണ സമയത്ത് അതുപോലെ തന്നെ നമ്മൾ വായിച്ച് പഠിക്കുന്ന കാര്യങ്ങളും നമ്മളിപ്പോൾ ഞാനിന്നൊരു ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലെ ഡേറ്റും സമയവും ഞാൻ എഴുതി വെക്കും. കാരണം വേറെ എന്തിനല്ല, ഞാൻ എത്ര നേരം പഠിച്ചു, എന്തൊക്കെ പഠിച്ചു, എത്ര ഭാഗങ്ങൾ തീർത്തു എന്നുള്ളതാണ്. അതും നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ തീയതി അടക്കം നമ്മൾ ഇന്ന ദിവസം ഇത്ര പഠിച്ചു. ഇപ്പോൾ നാളെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ ഞാൻ ഇത്ര സമയം കുറവാണ് പഠിച്ചത്, അപ്പോൾ അതനുസരിച്ച് എനിക്ക് ഇന്ന് പഠിക്കാൻ പറ്റിയ മാക്സിമം പഠിക്കണം എന്നുള്ളത് ഒരു ചിന്ത എപ്പോഴും നമുക്ക് വേണം കേട്ടോ. നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് എന്തായാലും ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കിങ്ങനെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. കുഞ്ഞ് വരണ വരെ ഞാൻ എപ്പോഴും ജോലിക്കൊക്കെ പോകുമായിരുന്നു. അപ്പോഴും പഠിക്കണം എന്നുള്ളൊരിത് തലയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞായി കഴിഞ്ഞപ്പോഴാണ് പഠിക്കണം എന്നുള്ളൊരു ബോധമൊക്കെ വരാൻ തുടങ്ങിയത്.
ശരി, എന്തായാലും പഠിച്ചു കളയാമെന്ന് വിചാരിച്ചു. പറ്റണത്രയൊക്കെ നമ്മളെ കൊണ്ട് നമ്മൾ ശ്രമിക്കുക. താൻ പാതി ദൈവം പാതി എന്നല്ലേ. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നമുക്ക് എപ്പോഴായാലും കിട്ടും. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് വേണ്ട, ഇനി സമയമുണ്ട്, അടുത്ത ദിവസം പഠിക്കാം, ഒരിക്കലും മാറ്റി വെക്കാൻ പാടില്ല. എപ്പോൾ പഠിക്കണം തോന്നണോ അപ്പം തന്നെ എടുത്ത് പഠിക്കണം കേട്ടോ. ഇന്ന് പഠിച്ചു, ഇന്ന് കുറച്ച് അധികം നേരം പഠിച്ചു, അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. പിന്നെ ഫോൺ ഉപയോഗം കുറച്ച് കുറക്കണം. ഫോണ്, TV അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ റീൽസ് നോക്കിയിരിക്കണ സമയം പോകണം നമുക്കറിയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ എത്രത്തോളം ശ്രമിച്ചാലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സമയം അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ മാക്സിമം ഫോൺ ഉപയോഗം കുറച്ച് ഓർക്കുക. ഞാൻ എൻ്റെ വീഡിയോൻ്റെ കാര്യങ്ങൾക്കൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയം, നമ്മളെപ്പോഴും ഒരു ദിവസം ഒരു കുറച്ച് സമയം നമ്മുടെ ഫ്രീ ടൈം വേണമല്ലോ. ഫുൾ ടൈം നമുക്കിരുന്ന് എന്തായാലും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.